അങ്ങനെ സാലറി ക്രെഡിറ്റ് ആയി. അല്ല, എൻ്റെ സാലറി അവിടെ ഇരിക്കട്ടെ. നമ്മുടെ രാജ്യത്തിൻ്റെ പരമോന്നത പദവികളിൽ ഇരിക്കുന്ന വ്യക്തികളുടെ സാലറി എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ? രാജ്യത്തിൻ്റെ പ്രഥമ പൗരസ്ഥാനമായ രാഷ്ട്രപതി അതാരാണെന്ന് എല്ലാവർക്കും അറിയാമല്ലേ? ശ്രീമതി ദ്രൗപദി മുർമുവിൻ്റെ മാസവരുമാനം 5 ലക്ഷം രൂപയാണ്. അപ്പോൾ നമ്മുടെ ഉപരാഷ്ട്രപതിയുടെ വരുമാനമോ 4 ലക്ഷം രൂപ. അപ്പോൾ രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും വരുമാനം നമ്മൾ അറിഞ്ഞു അല്ലേ? ഇനി നമുക്ക് മറ്റ് സ്ഥാനങ്ങളിലേക്ക് പോകാം. ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? രാജ്യത്തിൻ്റെ 50ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ DY ചന്ദ്രചൂഡിൻ്റെ മാസവരുമാനം 2,80,000 രൂപയാണെങ്കിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ രാജീവ് കുമാറിൻ്റേത് 2,50,000 രൂപയാണ്. ഇനി നമ്മുടെ സിവിൽ സർവീസ് ചുണക്കുട്ടികളെ റിക്രൂട്ട് ചെയ്യുന്ന യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാനായ ഡോക്ടർ മനോജ് സോണി, അദ്ദേഹത്തിൻ്റെ മാസവരുമാനം 2,50,000 രൂപയാണ്. ഇനി നമുക്ക് ആരിഫ് മുഹമ്മദ് ഖാനെ കുറിച്ച് പറയാം. ആരാണ് അദ്ദേഹം? അത് തന്നെ, നമ്മുടെ കേരള ഗവർണർ. അദ്ദേഹം വാങ്ങുന്നത് 3,50,000 രൂപയാണ്. ഇനി നമ്മുടെ നാടിൻ്റെ നായകൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ, അദ്ദേഹത്തിൻ്റെ ശമ്പളം 1,85,000 രൂപയാണ്. ഇപ്പോൾ നമ്മുടെ ഉയർന്ന സ്ഥാനങ്ങളിലിരിക്കുന്ന വ്യക്തിത്വങ്ങളുടെ മാസവരുമാനത്തെക്കുറിച്ച് ഒരു ധാരണ നിങ്ങൾക്കായില്ലേ? ഒരു കാര്യം വിട്ടുപോയി, നമ്മുടെ പ്രധാനമന്ത്രിയുടെ മാസവരുമാനം എത്രയാണെന്നറിയാൻ നിങ്ങൾക്ക് ആകാംക്ഷയില്ലേ? ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിയുടെ മാസവരുമാനം 2 ലക്ഷം രൂപയാണ്.